ബത്തേരി ബാങ്ക് കോഴക്കേസിൽ KPCC ഉപസമിതി NM വിജയന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി കുടുംബത്തെ ആശ്വസിപ്പിക്കാനാണ് എത്തിയതെന്നും ആരോപണ വിധേയരിൽ നിന്ന് വിവരം തേടുമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. നിയമന കോഴക്കേസിൽ 5 പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഒരു കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ സംബന്ധിച്ച് ഞങ്ങളിപ്പോൾ പറയുന്നത് ശരിയല്ല. ഞങ്ങൾ ഇവിടെ സണ്ണി വക്കീൽ ഒരു വക്കീൽ തന്നെയാണ്, ഞാനും വക്കീലാണ്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ചില പരിധിയുള്ള പരിധിക്ക് അപ്പുറത്തോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. അതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ നടത്തട്ടെ, ആ രൂപത്തിൽ പോകട്ടെ. ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷനിൽ ഇന്റർഫിയർ ചെയ്യുന്നുമില്ല. അത് നീതിപൂർവ്വം പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് അവിടെ കൊണ്ട് പോകട്ടെ. ഇപ്പോൾ ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കുക എന്നുള്ള ധാർമ്മികമായ ഞങ്ങളുടെ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വ നിർവഹണമാണ് നടത്തിയിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും പരസ്പരം സംസാരിച്ചു. അച്ഛൻ വിശ്വസിച്ച പാർട്ടി തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങളെ രക്ഷിക്കാമെന്ന് ഇവർ ഉറപ്പ് തന്നിട്ടുണ്ട്. അതായത് സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധി നിങ്ങൾ അറിയിച്ചു? ഞങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഉറപ്പുകൾ കിട്ടിയിട്ടുണ്ട്? അതെ. തുടക്കത്തിലുണ്ടായിരുന്ന ഒരു പ്രയാസം കുറച്ചുകൂടെ കൺവിൻസ്ഡ് ആണ് നിങ്ങൾ ഇവർ? അതെ അതെ. ഇപ്പോഴാണ് നമ്മൾ സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയതും ഞങ്ങളെല്ലാ വിഷമങ്ങളും ഇവരടുത്ത് നേരിട്ട് പറഞ്ഞു. കൂടെ നിൽക്കുന്ന ഉറപ്പ് തന്നിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യത്തിൽ ഉറപ്പുകൾ ലഭിക്കുന്നുണ്ട്. സാമ്പത്തികത്തിന്റെ വിവരങ്ങളെല്ലാം ശേഖരിച്ചിട്ട് ഇവര് ഇനിയും നമ്മളെ കൂടെ നിൽക്കുന്ന ഉറപ്പ് തന്നിട്ടുണ്ട്. അനീസ് അലി ചേരുന്നു. അനീസ്, കുടുംബത്തെ പൂർണ്ണമായും കൈവിട്ട സ്ഥിതിയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന്. ഈ ബാധ്യത ഏറ്റെടുക്കില്ല എന്ന് പറയുമ്പോൾ എങ്ങനെ ഇത് പരിഹരിക്കുമെന്ന് കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്? അതിനപ്പുറത്തേക്ക് അന്വേഷണവും നടപടികളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ. ഈ കുടുംബത്തിൻ്റെ ബാധ്യതകൾ ഏറ്റെടുക്കില്ല എന്നൊരു പ്രസ്താവന ഒരിക്കലും പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ഇവിടെ സന്ദർശിച്ച കുടുംബത്തെ ആശ്വസിപ്പിക്കുന്ന അവരുടെ എല്ലാ പ്രയാസങ്ങളെയും ഏറ്റെടുക്കുന്ന രീതിയിലാണ് അവർ സംസാരിച്ചത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക ഉപസമിതിയാണ് KPCC ഉപസമിതിയാണ് വീട് സന്ദർശിച്ചത്. ഈ വീട് സന്ദർശിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പൂർണ്ണമായും കൺവിൻസ്ഡ് ആയ രീതിയിലാണ് കുടുംബവും ഈ നേതാക്കളും സംസാരിച്ചത്. എല്ലാ അർത്ഥത്തിലും അവരുടെ പ്രയാസങ്ങളെല്ലാം അവരുടെ വികാരങ്ങളെല്ലാം പൂർണ്ണാർത്ഥത്തിൽ കുടുംബം അംഗീകരിക്കുകയും ചെയ്യും. ബാധ്യത ഏറ്റെടുക്കുമെന്നോ ഏറ്റെടുക്കില്ല എന്നോ അല്ല പറഞ്ഞത്. കുടുംബത്തിൻ്റെ പ്രയാസങ്ങൾ, കുടുംബത്തിന് പ്രധാനമായും ഉന്നയിക്കാനുള്ള കാര്യങ്ങൾ കടബാധ്യതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതെല്ലാം തന്നെ അവർ അറിയിച്ചിട്ടുണ്ട് എന്നും അതിൽ കുടുംബത്തിന് ആശ്വാസകരമായൊരു നിലപാട് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുമാണ് നേതാക്കൾ പറഞ്ഞത്. അത് തന്നെ കുടുംബം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ കടബാധ്യത പൂർണ്ണമായി പാർട്ടി ഏറ്റെടുത്തു എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ലെങ്കിലും ഇവരുടെ വിശദീകരണത്തിൽ കുടുംബം തൃപ്തരാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കുടുംബത്തിനോടൊരിക്കലും തങ്ങൾ ഈ കടബാധ്യത ഏറ്റെടുക്കില്ല, ഇത് പാർട്ടിക്ക് വേണ്ടിയുള്ളതല്ല, കുടുംബത്തിൻ്റെതാണ് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണവും ഇന്ന് പാർട്ടി നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, ഈ പാർട്ടി നേതാക്കൾ കുടുംബത്തെ ഏറ്റെടുക്കുകയും കുടുംബത്തിൻ്റെ പ്രയാസങ്ങളെല്ലാം തന്നെ അവരുടെ വികാരത്തിൻ്റെ ഒപ്പം തന്നെ നിൽക്കുകയും ഒരാൾ മരിച്ചതിൻ്റെ പ്രയാസവും അതോടൊപ്പം തന്നെ മാനസികമായ പ്രയാസങ്ങളും സാമ്പത്തികമായ പ്രയാസങ്ങളും എല്ലാം അവരടങ്ങുന്ന അവരുടെ എല്ലാ പ്രയാസങ്ങളും പാർട്ടി കേട്ടു എന്നും പാർട്ടി അത് ഏറ്റെടുക്കുമെന്നും പാർട്ടിക്ക് അതിനൊരു സൊല്യൂഷൻ്റെ ഒരു ഫോർമുല പാർട്ടിയുടെ മനസ്സിലുണ്ട് എന്നും ആണ് പാർട്ടി നേതാക്കൾ പറഞ്ഞത്. അങ്ങനെ ഒരു സൊല്യൂഷൻ്റെ ഫോർമുല തന്നെ ആ ഒരു വാക്ക് തന്നെ അവർ പ്രയോഗിച്ചു. ആ ഒരു ഫോർമുലയിൽ കുടുംബം തൃപ്തരാണ് എന്നുകൂടിയാണ് നേതാക്കൾ പറഞ്ഞത്. അത് കുടുംബവും അതിന് ശേഷം സംസാരിച്ചപ്പോൾ കുടുംബവും അത് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലെ കത്തിലെ കൈയക്ഷരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്നത് മറ്റ് ആരെങ്കിലും ഐസി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെ മാറ്റി നിർത്തിയൊരു അന്വേഷണം സാധ്യമല്ല. എങ്ങനെയായിരിക്കും അടുത്ത നടപടികൾ? കുടുംബത്തിൻ്റെ 2 തരത്തിൽ, അതായത് പോലീസിൻ്റെ നിയമ സംവിധാനത്തിൻ്റെ ഭാഗത്തുനിന്ന് 2 തരത്തിലുള്ള അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അത് പോലീസിൻ്റെ അന്വേഷണമാണ്, മറ്റൊന്ന് വിജിലൻസിൻ്റെ അന്വേഷണമാണ്, മറ്റേത് KPCC നടത്തുന്ന അവരുടെ ആഭ്യന്തരമായൊരു അന്വേഷണമാണ്. ഇത് 3 വഴിക്ക് പോകുന്നു എന്നത് കാണേണ്ട. ഇതിൽ ഏതെങ്കിലും തരത്തിലൊരു ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്ന ഒരു ഘട്ടം ഇതുവരെയും വന്നിട്ടില്ല. വിജിലൻസിൻ്റെയും അതുപോലെ പോലീസിൻ്റെയും അന്വേഷണം ത്വരിതഗതിയിൽ മുന്നോട്ട് പോവുകയാണ്. പ്രത്യേക അന്വേഷണം, അതായത് ഈ KPCC ഉപസമിതി ഇന്നാണ് ജില്ലയിലെത്തിയതിനു ശേഷം ആദ്യം DCCയിൽ ഒരു യോഗം ചേർന്നു. അതിൽ ഈ പ്രധാനപ്പെട്ട നേതാക്കളുമായും എല്ലാം കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം മാധ്യമങ്ങളോട് നമ്മൾ അവരോട് ചോദിക്കുന്ന സന്ദർഭത്തിൽ IC ബാലകൃഷ്ണനെ മാറ്റി നിർത്തുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന രീതിയിൽ, അതായത് അദ്ദേഹം കൂടി ഉൾപ്പെട്ടതാണല്ലോ, അദ്ദേഹത്തെ മാറ്റി നിർത്തിയാൽ എങ്ങനെയാണ്, അദ്ദേഹത്തോട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ടല്ലോ എന്നൊരു പ്രതികരണമാണ് തന്നത്. ഇതുവരെയും എങ്ങനെയാണ് നടക്കുന്നത്? അതായത് ഈ മൊബൈൽ ഫോൺ, വിജയന്റെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് ഫോണും കത്തും അയക്കേണ്ടതുണ്ട്. ആ നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ടോ?
പോലീസ് ഈ വിഷയത്തിൽ ഈ കത്ത് NM വിജയൻ്റേത് തന്നെയാണോ എന്നറിയാനുള്ള ശാസ്ത്രീയ പരിശോധനയ്ക്ക്, ഫോറൻസിക് പരിശോധനയ്ക്ക്, കൈയക്ഷര പരിശോധനയ്ക്ക് അനുമതി തേടിക്കൊണ്ട് കോടതിയെ സമീപിക്കും എന്നാണ് ഇന്നലെ പോലീസിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം കോടതിയുടെ അനുമതി ലഭിക്കുന്ന മുറക്കാണ് ഇത് കൈയക്ഷര പരിശോധനയ്ക്ക്, ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുക. ഇത് NM വിജയൻ്റെ കത്ത് തന്നെയാണ് എന്നും മരണം ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ കുറിപ്പാണ് എന്നും സ്ഥിരീകരിച്ചാൽ പിന്നീട് ഈ കത്തിൽ പറയുന്ന ആളുകൾക്ക് എതിരെ കേസെടുക്കാൻ കഴിയും. നിലവിൽ ഈ കത്തിൽ പറയുന്ന ആളുകൾക്കെതിരെ എല്ലാ പോലീസിൻ്റെ FIR വന്നിട്ടുള്ളത്. ഇന്നാണ് FIR ഇട്ടിട്ടുള്ളത്. ഇതിൽ പറയുന്ന 5 പേരും ഈ പ്രദേശത്തെ പ്രാദേശിക കോൺഗ്രസിൻ്റെ നേതാക്കൾ മാത്രമാണ്. ഈ കത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട നേതാക്കളായ DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾക്കെതിരെ ഒന്നും പോലീസും FIR ഇട്ടിട്ടില്ല. പോലീസിൻ്റെ അന്വേഷണം നിലവിൽ നിയമപരമായി അത്രയേ അവർക്ക് ചെയ്യാൻ കഴിയൂ എന്ന രീതിയിലാണ്. ഈ അന്വേഷണത്തിൽ ഇതുവരെ CPM പ്രക്ഷോഭം നടത്തുന്ന CPM-ഉം അതുപോലെ തന്നെ കുടുംബവും കോൺഗ്രസ് പാർട്ടിയും ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ അറിയിച്ചിട്ടില്ല. ഈ അന്വേഷണം ഇതുവരെയും നേരായ രീതിയിലാണ് പോകുന്നത് എന്നാണ് ഈ 3 വിഭാഗത്തിൽ നിന്നും, കുടുംബത്തിൽ നിന്നും, CPM-ൽ നിന്നും, ഇടതുപക്ഷത്തിൽ നിന്നും അതുപോലെ കോൺഗ്രസിൽ നിന്നും ഒക്കെയുള്ള പ്രതികരണം വന്നിട്ടുള്ളത്. വിജിലൻസിൻ്റെയും അന്വേഷണം അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. വിജിലൻസ് പ്രധാനമായും സാമ്പത്തിക രംഗത്തെ വിഷയങ്ങളാണ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ NM വിജയൻ്റെ മകനെ വിജിലൻസ് വിളിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. അതിൽ വിജിലൻസിന് അദ്ദേഹം നൽകിയിട്ടുള്ള മൊഴി എന്ന് പറയുന്നത് NM വിജയൻ്റെ കടബാധ്യതകളെക്കുറിച്ച് പൂർണ്ണമായ വിവരം തനിക്കില്ല എന്നതാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സ്ഥലമിടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തനിക്കറിയില്ല, കടബാധ്യതകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ വ്യക്തമായ വിവരങ്ങളില്ല എന്നാണ് അദ്ദേഹം മൊഴി നൽകിയിട്ടുള്ളത്. ഏതായാലും വിജിലൻസിൻ്റെ അന്വേഷണവും അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. പ്രത്യേക അന്വേഷണ സംഘം, സുൽത്താൻ ബത്തേരി DYSPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പോലീസിൽ ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിപ്പോൾ 20 പേരുടെ മൊഴികൾ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഈ NM വിജയനുമായി ബന്ധപ്പെട്ട കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും പാർട്ടി പ്രവർത്തകരുടെയുമായ 20ഓളം പേരുടെ മൊഴി രേഖപ്പെടുത്തി പരാതിക്കാരായിട്ടുള്ള 4 പേരുടെ മൊഴിയെടുത്തിട്ടുണ്ട്.